പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. വളരെ ഉത്സാഹത്തോടെ കൃത്യസമയത്ത് തന്നെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ C.V. ആൻഡ്രൂസ് തുടർമാനമായി വെളിപ്പാട് പുസ്തകം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് വളരെ ശക്തമായി അനുഭവിപ്പാൻ ദൈവം തന്നെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് തന്നെ ശക്തമായി ഇന്ന് ഉപയോഗിപ്പാൻ ഇന്ന് ജോയിൻ ചെയ്ത ഏവർക്കും പിന്നീട് ഇത് കേൾക്കുന്ന ഏവർക്കും ഒരനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നാം എല്ലാവരും സ്തോത്രം ചെയ്ത് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായിട്ട് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചാണ്. സർവശക്തനും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല ദിവസത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവേ, ഒരു പ്രാവശ്യം കൂടി ഈ ഓൺലൈനിൽ കൂടി ഞങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാനും സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനം ധ്യാനിപ്പാനും പഠിപ്പാനൊക്കെയും സ്വർഗം നൽകുന്ന സമയത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി വചനം പഠിപ്പിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മാവിന്റെ ചൈതന്യത്തോട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ താവേദിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ വിശേഷിയാല് വെളിപ്പാട് പുസ്തകത്തിന്റെ ആഴമേറിയ മർമ്മങ്ങളെ അടിയങ്ങൾക്ക് പഠിപ്പിച്ചു തരുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാസന്റെ മേൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ലീഡി എന്നതിന്റെ ദാസനായി സ്തോത്രം. കർത്താവേ, ഇതിന്റെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ ദാസന്റെ ഷാജി മാസ്റ്റർക്കായി സ്തോത്രം. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ കർത്താവിന്റെ വിലയേറിയ ദാസന്മാർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുന്നു. ഇന്ന് കാലം ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചാണ്. തിരുസാരത്തിന്റെ മറവിൽ അടികളായിരിക്കട്ടെ. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവത്തിനായി സ്തോത്രം. ഇനിയും കടന്നു വരേണ്ടത് എത്രയും വേഗത്തിൽ കൂട്ടിക്കൊണ്ട് വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു ബ്രദർ ജോർജ് സാമുവേൽ. ദൈവം സഹായിക്കട്ടെ. ഞാൻ എന്ന ഗ്രൂപ്പിലിട്ടതുപോലെ നമ്മളോടൊപ്പം പഠിച്ചുകൊണ്ടിരുന്ന പ്രിയ സിസ്റ്റർ LC സാബു തൻ്റെ ഹസ്ബൻഡ് ഈ ലോകത്തിൽ നിന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മീറ്റിങ്ങിലൊക്കെ നമ്മൾ പ്രതിപാദിക്കുകയും പ്രിയ സഹോദരി സാക്ഷി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പ്രത്യേക കുടുംബത്തെ ഓർക്കാം. അവരെ പ്രിയ നമ്മുടെ സിസ്റ്റർ ലീലാകൃഷ്ണനും ഒക്കെ അവിടെ പോവുകയും ചെന്നൈയിലാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ അറിയപ്പെടുന്ന പ്രിയ സജീസ് പീച്ചിയുടെ സിസ്റ്ററാണ് താൻ എന്നറിയുവാൻ ഇടയായി തീർന്നു. ദൈവം സഹായിക്കട്ടെ. ആ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഇന്ന് ബൈബിൾ വായിച്ചു കൊടുക്കുന്ന നമ്മുടെ സ്ഥിരം ആൾക്കാരാണ് പ്രിയ അഞ്ജു സാറ, പ്രിയ സുജ രാജു, പ്രിയ സിസ്റ്റർ മേഴ്സി ഫിലിപ്പ്, സിസ്റ്റർ ബിൻസി എന്നിവരൊക്കെ വായിച്ച് സഹായിക്കും. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ C.V. ആൻഡ്രൂസിനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് രാത്രികാലം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിനെ തുടർമാനം ചിന്തിപ്പാൻ ദൈവം ഒരുക്കി തന്ന സന്ദർഭത്തിനായി സ്തോത്രം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16-ാമത്തെ ലെസനാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജേക്കബിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹത്തെ ഈ നിലയിൽ കാണുവാനും ശുശ്രൂഷയുടെ അതേ മാതൃകാപരമായിട്ടുള്ള ശക്തമായ ശുശ്രൂഷ ചെയ്യുവാനും തൻ്റെ ദാസനെ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഒരു ഹിന്ദി സർവീസ് തുടങ്ങിയത് കേട്ടപ്പോൾ ഒന്നുകൂടെ സന്തോഷം തോന്നി. ദൈവം തൻ്റെ ദാസനെ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. പാസ്റ്റർ ഷാജി K. ദാനിയേലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തൻ്റെ ദാസനെ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഈ വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ബൈബിൾ വായനയെ സഹായിക്കാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കാകെ 1 മണിക്കൂർ സമയമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഉള്ള സമയം നമുക്ക് ഉപയോഗിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാം. അടുത്തൊരു വായിച്ചോട്ടെ. എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പെൺവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. കഴിഞ്ഞ 15 മണിക്കൂർ നമ്മൾ 1-ാം അധ്യായത്തിൽ തന്നെ
നിന്നുകൊണ്ട് ചിന്തിക്കുകയായിരുന്നു. ഇവിടെ പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ 12 നിലയിൽ തൻ്റെ ദിവ്യ വിശേഷതകൾ വെളിപ്പെടുത്തിക്കൊണ്ട് വെളിപ്പെട്ട യേശു ക്രിസ്തുവിനെ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവായി കാണുവാൻ യോഹന്നാൻ ഇടയാക്കുന്നു. ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ആ കാഴ്ചയിൽ താൻ ബോധം കെട്ടുപോയി. ഒന്ന്, താൻ 12 ദിവ്യ വിശേഷതകൾ. 1, നിലയങ്കി ധരിച്ചിരിക്കുന്നു. 2, മാറത്ത് പൊൻകച്ച് കെട്ടിയിരിക്കുന്നു. 3, തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ. 4, അഗ്നിജ്വാലിക്കത്ത കണ്ണ്. 4, ഒളി ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. 6, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. 7, വലങ്കയിൽ 7 നക്ഷത്രം. 8, വായിൽ മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാള്. 9, മുഖം സൂര്യനെ പോലെ. 10, ആദ്യനും അന്ത്യനും ജീവനുള്ളവനും. 11, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചിരിക്കുന്നവൻ. 12, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച വിഷയങ്ങൾ മരണത്തിന്റെ താക്കോൽ എന്നുള്ളതാണ്. 12ാമത്തെ വിഷയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. ഇതൊരു വലിയ വിഷയമാണ്. പലരും വിചാരിച്ചിരിക്കുന്ന മരണത്തിന്റെ അധികാരം സാത്താൻ കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ ഇതിന്റെ എല്ലാ താക്കോല് മരണത്തിന്റെ, ഒരാൾ എപ്പോഴാണ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടണമെന്ന് ഉള്ളത് എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ദൈവം തീരുമാനിച്ചിട്ടാണ് ഒരുവൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. അതിന്റെ താക്കോൽ ആരുടെ കയ്യിലാണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലാണ് മരണത്തിന്റെ താക്കോൽ. അതിലേക്ക് നമ്മൾ പുറകോട്ടിറങ്ങി ചിന്തിക്കുന്നില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പാതാളത്തിന്റെ താക്കോലിനെ കുറിച്ചാണ്. പാതാളത്തിന്റെ താക്കോൽ. പാതാളം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. സ്വർഗലോകങ്ങൾക്ക് അനവധി സ്വർഗങ്ങളുണ്ട്. നമ്മളതൊക്കെ പഠിക്കാൻ തോന്നിയുള്ളൂ. വെളിപ്പാട് ദിവസം 2-3 അധ്യായം പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു എക്സാമിനേഷൻ ഞാൻ തന്നെ ഇടുന്നുണ്ട്. അഗാപ്പെ ബൈബിൾ കോളേജിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവര്, അവരുടെ എക്സാം അത് മുറ പോലെ നടക്കുമെങ്കിലും എനിക്ക് നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ അധ്വാനിച്ചത്, പഠിപ്പിച്ചത് നിങ്ങളത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്നറിയാൻ തക്കവണ്ണം ഒരു ടെസ്റ്റ്, അതിന് എൻ്റെതായ പാരിതോഷികം ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ തൂലിക ബൈബിൾ കോളേജിൽ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ സ്ത്രീയും ആൺകുട്ടി എന്നുള്ളതാണ് വിഷയം. മലങ്കര ക്രിസ്ത്യൻ ചർച്ച് തൃശ്ശൂര് ബൈബിൾ കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്നത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് 114-ാമത്തെ ക്ലാസ്സുമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആഴമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നാൽ 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അനേകതി വിഷയങ്ങൾ പ്രാക്ടിക്കൽ ആക്കാൻ തക്കൊണ്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 1-ാം അധ്യായം നിൽക്കുന്നത്. 1-ാം അധ്യായത്തിൽ തന്നെ എൻ്റെ 30 ലെസനാണ്. എന്നാൽ ഞാനത് കുറച്ചതാണ് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്. ഇത് 16-ാമത്തെ ലെസനാണ്. 2 ലെസൺ കൊണ്ട് കഴിയുമ്പോൾ 1-ാം അധ്യായം ചുരുക്കമായി തീർക്കാൻ തക്കൊണ്ട് കഴിയും. അത് കഴിഞ്ഞ് ആസിയിലെ 7 സഭകളിലേക്ക് നമ്മൾ കയറാൻ തക്കൊണ്ട് പോവുകയാണ്. ഇവിടെ വായിക്കുന്നു, പാതാളത്തിന്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പാടിൽ ഈ പ്രത്യക്ഷപ്പെട്ടപ്പോൾ യോഹന്നാനോട് പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. സ്വർഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അനവധി സ്വർഗങ്ങളുണ്ടെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്വർഗം, സ്വർഗാദി സ്വർഗം, 3-ാം സ്വർഗം. അനവധിയായ സ്വർഗങ്ങളെ 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. അതില് നമ്മൾ ആ സ്വർഗങ്ങളെ കുറിച്ചുള്ള വിഷയം പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. സ്വർഗലോകത്തെ 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു എന്നുള്ള തെളിവ് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പം 3-ാം സ്വർഗം എന്നവിടെ നിന്ന് കാണുന്നു. പൗലോസിനുണ്ടായ ഒരു ദർശനമാണ്. അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ആ മനുഷ്യൻ പർദീസായോട് എടുക്കപ്പെട്ടു. ലൂസിഫർ അഹങ്കരിച്ചപ്പോൾ ലൂസിഫർ പറഞ്ഞ വാചകം, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും, ഞാൻ സ്വർഗത്തിൽ കയറും. അപ്പൊ നോക്കണമേ, സ്വർഗലോകങ്ങളെ 3 ഭാഗമായി തിരിച്ചിരിക്കുകയാണ്. ഞാനിപ്പം പറഞ്ഞ വാക്യം യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ലൂസിഫർ പറയാണ്, ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും, ഞാൻ
സ്വർഗത്തിൽ കയറും. ഈ 3 കൂട്ടം കാര്യമാണ് താൻ പറഞ്ഞത്. ഈ മേഘമണ്ഡലവും അതും സ്വർഗത്തിൽപ്പെട്ട വിഷയമാണ്. മേഘമണ്ഡലം അത് 1-ാം സ്വർഗം, നക്ഷത്രമണ്ഡലം 2-ാം സ്വർഗം, പിന്നെ ഞാൻ സ്വർഗത്തിൽ കയറും. ആ 3-ാം സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സിംഹാസന സ്ഥാനമാണ്. ഇതേപ്പറ്റി സ്വർഗത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ സമയം നമുക്ക് അതിനെപ്പറ്റി പഠിക്കാം. അപ്പം 1-ാം സ്വർഗം എന്ന് പറയുന്നത് മേഘമണ്ഡലം, 2-ാം സ്വർഗം നക്ഷത്രമണ്ഡലം, 3-ാം സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമായ വിശുദ്ധ ദേവപർവ്വതം. അത് അവിടാണ് നമ്മുടെ കർത്താവ് ഇരിക്കുന്നത്. നമ്മൾ സ്വർഗലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. നമ്മൾ അത് ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഉത്തര ദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വമേൽ തൂക്കിയിടുന്നു. നാസ്തിത്വമേൽ തൂക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമി തൂങ്ങിക്കിടക്കുക, ഒന്നുമില്ലായ്മയെ. ശാസ്ത്രജ്ഞന്മാർ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഭക്തനായ ഇയ്യോബിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 7-ാമത്തെ വാക്യം: ഉത്തര ദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ ഇരിക്കുന്നു, ഭൂമിയെ നാശത്തിന്മേൽ തൂക്കിയിട്ടിരിക്കുന്നു. ജ്യോതിശാസ്ത്രജ്ഞന്മാർ ദൂരദർശനിൽ കൂടെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഈ ആകാശമണ്ഡലത്തെക്കുറിച്ച് പഠിക്കാൻ തക്കോണം ഈ ദൂരദർശനിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവർ കണ്ട കാഴ്ച, ചുറ്റും നക്ഷത്രങ്ങളാൽ നിറഞ്ഞിരിക്കുമ്പോൾ ഒരു ഭാഗം വടക്ക് ഭാഗത്ത് ഒരു ഭാഗം ശൂന്യമായി കിടക്കും. അതെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ തക്കൊണ്ട് കഴിഞ്ഞില്ല. അവർക്ക് ഇപ്പോഴും അതേപ്പറ്റി അറിയാവുന്ന എനിക്കറിയത്തില്ല. അത് വായിക്കുന്നത് അത് അവർ കണ്ടുപിടിച്ചത്, ചുറ്റും നക്ഷത്രങ്ങളാൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഭാഗം മാത്രം ശൂന്യമായി കിടക്കുന്നു. അത് വടക്ക് ഭാഗത്താണ്. വടക്ക് നോക്കി യന്ത്രത്തിന്റെ സൂചി നമ്മൾ എത്ര ഇട്ട് ഇറക്കിയാലും ആ സൂചി വടക്കോട്ട് നോക്കി നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഭക്തനായ ഇയ്യോബിന് ദൈവം അത് വെളിപ്പെടുത്തി, ഉത്തര ദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിച്ചിരിക്കുന്നു, ഭൂമിയെ നാശത്തിന്മേൽ തൂക്കിയിട്ടിരിക്കുന്നു. നമ്മൾ സങ്കീർത്തനം 48-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ മഹാരാജാവിന്റെ നഗരിയായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അപ്പൊ ദൈവത്തിന്റെ നിവാസ സ്ഥാനമായ സ്വർഗം സ്ഥിതി ചെയ്യുന്നത് ഈ വടക്ക് ഭാഗത്താണ്, 3-ാം സ്വർഗം. നമ്മൾ എസെക്കിയേൽ പറഞ്ഞ 1-4 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: പ്രവാചകനായ എസെക്കിയേൽ ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ അത് വടക്കു ഭാഗത്ത് നിന്ന് ആളിക്കത്തുന്ന ഒരു തീ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ അവിടെ നിൽക്കട്ടെ, സ്വർഗലോകം 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. ഈ ബ്രഹ്മാണ്ഡ ഘടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന സകല നക്ഷത്രങ്ങളിലും ദൂതന്മാർ വാസം ചെയ്യുന്നുണ്ട്. അതേപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. നമ്മൾ അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ പൊരുതു, അവർ സ്വർഗ്ഗതകളിൽ പൊരുതു. സീസര 900 രഥങ്ങളുമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നപ്പോൾ അത് ദെബോരയും അത് ബാരാക്കും അവർ നേരെ യുദ്ധത്തിന് പോയ ചരിത്രം നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം അധ്യായം മുതൽ വായിച്ചു നോക്കണം. അപ്പൊ ഇവർ യുദ്ധത്തിന് പോയപ്പോൾ ഇവർക്ക് യുദ്ധത്തിൽ ജയിക്കാൻ തക്കമുള്ള കോപ്പുകളൊന്നും കയ്യിലില്ല. അത് അവര് ധൈര്യപ്പെട്ടു, ദൈവത്തിൽ ആശ്രയിച്ചു. ഇവര് അവരുടെ സൈന്യങ്ങളെ നിരത്തി. സീസര അത് വലിയ സൈന്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്, 900 രഥങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവരെന്താ ചെയ്യുന്നറിയാമോ? ഇവർ യുദ്ധത്തിന് ധൈര്യത്തോടെ പുറപ്പെട്ട സമയത്ത് ഇവർ പാട്ടുപാടി ആത്മാവിൽ ആരാധിച്ചു. ഇത്രയാണ് ഇവർ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ന്യായാധിപന്മാർ 5-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ന് ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടന ചെയ്തു. ഇവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അതേ പാട്ട് തുടങ്ങി. അതൊരു സംസ്കൃത തത്വമാണ്. അന്ന് ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടന ചെയ്തു. അവർ ആത്മാവിൽ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ പാട്ട് പാടിയപ്പോഴത്തേക്ക് അവർ വീരന്മാരായി, ശൂരന്മാരായി. അവർ പാട്ടുപാടി നൃത്തം ചെയ്തു കഴിഞ്ഞപ്പോൾ അതേ നക്ഷത്ര മണ്ഡലങ്ങളിൽ നിന്ന് അന്ന് ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതു. നക്ഷത്രങ്ങൾ പൊരുതെന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളിൽ വസിക്കുന്ന ദൂതന്മാർ അതേ സീസരയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അവരെന്ത് അറിയാമോ? സീസരയുടെ 900 രഥങ്ങളുടെ കുതിരകളുടെ കുളമ്പെല്ലാം കട്ട് ചെയ്തു. അപ്പൊ ഈ ബ്രഹ്മാണ്ഡ കടാത്തിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്ര ജ്വാലകളിൽ ദൂതന്മാരാണ് വാസം ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ താല്പര്യം, 1-ാം സ്വർഗം മേഘമണ്ഡലം, 2-ാം സ്വർഗം നക്ഷത്രമണ്ഡലം,
മൂന്നാം സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമായ അത്യുന്നത അത് വിശുദ്ധ പർവ്വതം. ആ സ്വർഗത്തിലേക്കാണ് അപ്പോസ്തലനായ പൗലോസ് താൻ പ്രവേശിപ്പാൻ തക്ക ഇടയായ കാര്യമാണ് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. ഞാൻ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ പോകുന്നു. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പൊ സ്വർഗലോകത്തിന് 3 ഭാഗങ്ങൾ ഉള്ളതുപോലെ തന്നെ ഈ പാതാള ലോകത്തിനും 3 ഭാഗങ്ങളുണ്ട്. അത് പറയാനാണ് ഞാൻ ഈ വന്നത്. ഈ പാതാള ലോകത്തിനും ഭൂമിക്കടിയിലുള്ള പാതാള ലോകത്തിനും 3 ഭാഗമുണ്ട്. ഇതിൻ്റെ എല്ലാം താക്കോൽ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചു വരുന്ന ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ സകല സംശയങ്ങളും തീർത്തു പോകാൻ തക്കണം ഇടയായിത്തീരും. നമ്മൾ പാതാളം എന്ന് കേട്ടു, അത് അങ്ങനെ ഒരു പാതാളം ഉണ്ടെന്ന് പറഞ്ഞ് പോയാൽ ഒക്കത്തില്ല. അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം. 2 ആഴ്ചത്തെ ക്ലാസ് ആണിത്. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ സ്വർഗത്തിന് 3 ഭാഗങ്ങളുള്ളതുപോലെ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. അതിനെക്കുറിച്ച് ശലോമോന്റെ പ്രസ്താവനയിൽ സ്വർഗം, സ്വർഗാദി സ്വർഗം, 3-ാം സ്വർഗം, അത്യുന്നത സ്വർഗം, ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. പാതാള ലോകത്തിന് 3 ഭാഗമുണ്ട്. 1-ാം പാതാളം, 2-ാം പാതാളം, 3-ാം പാതാളം. ഈ പാതാളത്തെക്കുറിച്ച് നമ്മൾ പഠനം ആരംഭിക്കുകയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. നമ്മളിപ്പോൾ ഞാൻ നിങ്ങളോട് സ്റ്റേജിൽ ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇറക്കി വിട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും പഴം പറിച്ചെന്നുകൊണ്ടാണ്. അല്ല, പഴം പറിച്ചെന്നപ്പോൾ അവർ തേജസ് നഷ്ടപ്പെട്ടു പോയി. അവർ നഗ്നരായി തീർന്നു. അവർ പാപം ചെയ്തു. അവരുടെ പാപം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു പോയി. അതേ മുള്ളും പറക്കാരെയും വന്നു. അതേ മൃഗങ്ങളെല്ലാം ഒന്നിച്ച് അതേ നടന്നുകൊണ്ടിരുന്നാണ്. അവർ തമ്മിൽ വൈരാഗ്യ ബുദ്ധികളായി മാറി. ആകപ്പാടെ ആദാമിന്റെ പാപം കൊണ്ട് ഭൂമി ശപിക്കപ്പെട്ടു പോയി. എന്നാൽ ഏദൻ തോട്ടം അവരെ ഇറക്കി വിട്ടതിന്റെ ഉദ്ദേശം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് ദൈവം തീരുമാനിച്ചത് കൊണ്ടാണ് അവരെ ഇറക്കി വിട്ടത്. ജീവവൃക്ഷത്തിന്റെ ഫലത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഏതൊരു ജീവനിൽ ഇരുന്ന് നമ്മൾ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നുമോ അതേ ജീവനിൽ എന്നേക്കും ജീവിച്ചു പോകും. ഇവർ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നിന്നപ്പോൾ ഈ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്നാമായിരുന്നു. എന്നാൽ അവർ തിന്നില്ല. അവർ നന്മതിന്മകളെക്കുറിച്ച്, മരണത്തിന്റെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ വൃക്ഷത്തിന്റെ ഫലമാണ് പറിച്ചു തിന്നത്. അത് തിന്നതെന്ന് പറഞ്ഞതാ. തോട്ടത്തിൽ 2 വൃക്ഷങ്ങളാണ് നിൽക്കുന്നത്, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ വൃക്ഷവും ജീവവൃക്ഷവും. അവർ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാതെ ഏത് കനി വിലക്കപ്പെട്ടോ ആ കനിയാണ് പറിച്ചു തിന്നത്. അങ്ങനെ അവർ പാപം ചെയ്തു. അവർ തേജസ് നഷ്ടപ്പെട്ടു പോയി. ആവർത്തന പുസ്തകത്തിൽ വായിച്ചിരിക്കുന്നുണ്ട്, ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കും. അതേ ദൈവം തമ്പുരാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നു. ഇവർ നഗ്നരായി, ഇവർ തേജസ് പോയി. ദൈവത്തെ പോലെ ആകുമെന്നാ സാത്താൻ പറഞ്ഞത്. പക്ഷെങ്കിൽ അവർ അതേ പിശാചുക്കളെ പോലെ ആയിപ്പോയി, നഗ്നരായിപ്പോയി. അപ്പൊ അവിടെ എന്താ ദൈവം ചെയ്തത്? അത്യല്ല ചുരുങ്ങിയ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അവരെന്താ ചെയ്തത്? അതേ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ വിളിയൊക്കെ 3-ാം അധ്യായത്തിൽ കാണാം. ദൈവം നോക്കിയപ്പോൾ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ഏദൻ തോട്ടത്തിൽ ഇറക്കി വിട്ടത്. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത്. അതുകൊണ്ടാണ് അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ട് ഏദൻ തോട്ടത്തിന്റെ വാതിൽ അടച്ച് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളുമായിട്ട് കെരൂബുകളെ അവിടെ നിർത്തി. ഇനി ഈ ഏദൻ തോട്ടത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ കെരൂബുകളുടെ വെച്ചിരിക്കുന്ന വാളില്ലേ, കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന വാളില്ലേ, അതിന്റെ വെട്ടേറ്റെങ്കിൽ വെട്ടുള്ളൂ. ആ വെട്ടേറ്റെങ്കിൽ മാത്രമേ അകത്ത് പ്രവേശിക്കാൻ ഒക്കത്തുള്ളൂ. ഏദൻ പർദീസ എന്ന് പറയുന്നത് സാക്ഷാത്തായ പർദീസ സ്വർഗത്തില. അതിൻ്റെ ഒരു പ്രതിച്ഛായിയാണ് ഏദൻ തോട്ടം. ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ, പർദീസ എന്ന് പറഞ്ഞാൽ തോട്ടം എന്നേ ഉള്ള അതിൻ്റെ അർത്ഥം. സ്വർഗത്തിലാണ് സാക്ഷാത്തായ പർദീസ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നില്ലേ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ തക്കണോ എനിക്കും കാംക്ഷയുണ്ട്. അങ്ങനെ ഈ ഏദൻ തോട്ടത്തിലേക്കുള്ള, ഏദൻ പർദീസയിലേക്കുള്ള പ്രവേശനം മനുഷ്യന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാക്ഷാത്തായ സ്വർഗീയ പർദീസയിലേക്കുള്ള മനുഷ്യന്റെ പ്രവേശനം നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വർഗീയ പർദീസയിലേക്ക് പ്രവേശനം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യനിൽ മരണം വ്യാപിച്ചു കഴിഞ്ഞു. അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ ഇപ്പൊ സ്വർഗത്തിൽ വിടാൻ ഒക്കത്തില്ല, സ്വർഗീയ പർദീസയിലേക്ക് പോകാൻ ഒക്കത്തില്ല. ഇവിടെ ഈ കെരൂബിന്റെ
വാളിന്റെ വെട്ട് ഒരാൾ ഏറ്റെങ്കിൽ മാത്രമേ ഈ പർദീസയുടെ കവാടം തുറക്കത്തുള്ളൂ. മനുഷ്യന് സ്വർഗീയ പർദീസയിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടപ്പോൾ ദൈവം താൽക്കാലികമായി ഈ ഭൂമിക്കടിയിൽ ഒരു പർദീസ ഒരുക്കി. അതിനെക്കുറിച്ച് ഈ നമ്മുടെ പിതാക്കന്മാർ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് ഇവരൊക്കെയും പ്രത്യാശ വെച്ചിരുന്നത് ഈ ഭൂമിക്കടിയിലുള്ള പാതാളത്തിലുള്ള പർദീസയിലാണ് അവർ പ്രത്യാശ വെച്ചിരുന്നത്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 35-ാമത്തെ വാക്യം ആദ്യം ഒരാൾ വായിക്കണം. സഹോദരിമാരെ, പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ യോസേപ്പ് മരിച്ചു എന്ന് മക്കൾ വന്ന് കള്ളം പറഞ്ഞില്ലേ? മക്കളെ വന്ന് കള്ളം പറഞ്ഞപ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ തക്കണം പലരും വന്നു. യോസഫിനെ ഏറ്റവും അധികം സ്നേഹിച്ച അപ്പൻ അവനൊരു അങ്കിയൊക്കെ തയ്പ്പിച്ചു കൊടുത്താണ്. സഹോദരന്മാർ ക്ഷേമം അന്വേഷിക്കാൻ വിട്ടതാണ്. അവൻ മരിച്ചുപോയെന്ന് തെളിവ് സഹിതം ഒരാടിനെ കൊന്ന് അവന്റെ അങ്കി രക്തത്തിൽ മുക്കി അപ്പന്റെ അരികെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൻ കടന്ന് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. സഹിക്കാൻ നോക്കുന്നില്ല. ഉടനെ അപ്പൻ പറഞ്ഞ വാചകമുണ്ടല്ലോ, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിലാണ്. എൻ്റെ മകൻ മരിച്ചുപോയി എന്ന് അപ്പന് മനസ്സിലായി. എൻ്റെ മകൻ മരിച്ചുപോയെങ്കിൽ അവൻ പാതാളത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഞാനും ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങും. സ്വർഗത്തിലേക്ക് പോകുന്നല്ല, സ്വർഗീയ പ്രദേശത്തിലേക്ക് പോകുന്നല്ല. ഈ അടുക്കായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത്, ഞാൻ സ്ലോവായിട്ട് പഠിപ്പിച്ച് മനസ്സിലാക്കാം. ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങും. വീണ്ടും യാക്കോബ് പറയുന്നത് 42:38 വായിച്ച ഉൽപ്പത്തി 42:38. എന്നാൽ അവൻ എൻ്റെ മകൻ ജ്യേഷ്ഠൻ മരിച്ചുപോയി, അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കുമെന്ന് പറഞ്ഞു. നോക്കണമേ, ഇപ്പം ബെന്യാമിനെ കൊണ്ടുപോകുന്ന കാര്യം തമ്മിലുള്ള തർക്കമാണ്. അവനെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. ഇവനും നിന്ന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങും. അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് നമ്മുടെ കർത്താവ് പരിചയപ്പെടുത്തുന്നത്. അത്ര ശ്രേഷ്ഠന്മാരായിരുന്നു അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. ഭക്തന്മാരായി ജീവിച്ചവരാണ്. അവർ പ്രത്യാശ വെച്ചിരുന്നത് ഭൂമിക്കടിയിലുള്ള പാതാളമാണ്. അതിന്റെ താക്കോൽ കർത്താവിന്റെ കരങ്ങളിലാണ്. അതേ എൻ്റെ മകനെ, ഈ ബെന്യാമിനെ കൂടെ കൊണ്ടുപോയി അവൻ എന്തെങ്കിലും ആപത്ത് വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും. 44:29 വായിച്ചേ. നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. ഇനി 31-ാമത്തെ വാക്യം വായിച്ചേ. ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും. അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയാനായ അപ്പന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. നോക്കണമേ, ഇത് മക്കള് പറഞ്ഞ വാചകമാ. അങ്ങനെ ഞങ്ങളുടെ അപ്പനെ, അപ്പൊ മക്കൾക്കും അറിയാം അപ്പൻ മരിച്ചാൽ പാതാളത്തിലേക്കാ പോകുന്നറിയാം. ഞങ്ങളുടെ അതേ ബെന്യാമിൻ എന്തെങ്കിലും സംഭവിച്ചാൽ, അവൻ മരിച്ചുപോയെന്നറിഞ്ഞാൽ അവര് കൊട്ടാരത്തിൽ പറയുന്ന വാചകമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ അപ്പനെ ഞങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും. അപ്പൊ ഈ പാതാളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, ദൈവം താൽക്കാലികമായി സ്വർഗീയ ഏദൻ പർദീസയിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദൈവം താൽക്കാലികമായി മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഇടമാണ് ഈ ഭൂമിക്കടിയിലുള്ള പാതാളം. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ ഡൗട്ട് മാറും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ ആയിരിക്കും എന്നെ നോക്കുന്നത്, എന്തോ ഈ പാസ്റ്റർ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരും. ഇനി നമ്മൾ 139-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. നമ്മളിതൊക്കെ വായിക്കുമ്പോൾ ഈസി ആയിട്ട് അങ്ങ് വായിച്ചു വിടുകയാണ്. ഞാൻ ഇരിക്കുന്നത് എഴുന്നേക്കുന്ന എല്ലാം ദൈവമേ നീ അറിയുന്നു. ദാവീദ് ഒരു ഭക്തനായിരുന്നു. ആ തെറ്റിപ്പോയ കാര്യമൊക്കെ വേട്ടെ. 886 പ്രാവശ്യം ദാവീദിനെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 886 പ്രാവശ്യം. അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ദാവീദിനെ കുറിച്ചാണ്. അപ്പൊ ദാവീദ് പറയുന്നൊരു വാചകമാണ്, ഞാൻ പാതാളത്തിൽ ചെന്ന് പാർത്താൽ എൻ്റെ കിടക്ക അവിടെ വിരിച്ചാൽ അവിടെയും നീയുണ്ട്.
നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? പഴയ നിയമ പിതാക്കന്മാരുടെ എല്ലാം പ്രത്യാശ ഈ ഭൂമിക്ക് അടിയിലുള്ള പാതാളമായിരുന്നു. ഇനി ഭക്തനായ ഇയ്യോബ് എന്താ പറയുന്നത് നോക്കാം. ഭക്തനായ ഇയ്യോബ്, ആ ഇയ്യോബിന്റെ പുസ്തകം 17, ഞാൻ പറയട്ടെ മോളെ, വായിച്ചിട്ട് ഇയ്യോബ് 17:13 വായിച്ചേ. ഞാനും പാതാളത്തിന്റെ വീടായി പ്രതീക്ഷിക്കുന്നു, ഇരുട്ടിൽ ഞാൻ എന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. മാത്രമേ ഞാനോ ഭക്തനായ, ഭക്തനും നേരുള്ളവനും നിഷ്കളങ്കനുമായ ഇയ്യോബ് പറയുന്ന വാചകം, ഞാൻ പാതാളത്തെ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇവരുടെ പ്രതീക്ഷ മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിക്കടിയിലുള്ള പാതാളത്തിലേക്ക് പോകുന്നതാണ് ഇവരുടെ പ്രത്യാശ. ഭക്തനായ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞ, അവനെ പോലെ ദോഷം വിട്ടകലുന്നവൻ ഭൂമിയിൽ ആരുമില്ല. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ഭക്തൻ. 4 ഗുണങ്ങളാണ് പറയുന്നത്. 4 ഡോക്ടറേറ്റ് ആണ് അവൻ എടുത്തിരിക്കുന്നത്. നേരുള്ളവൻ, നിഷ്കളങ്കൻ, ഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. 4 ഡോക്ടറേറ്റ്. അവൻ പറയാണ് പാതാളത്തെ ഞാൻ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു. 17-ാം അധ്യായം 15-16 വായിച്ചേ. അങ്ങനെ എന്റെ പ്രത്യാശ എവിടെ? ആർ എന്റെ പ്രത്യാശയെ കാണും? അത് പാതാളത്തിന്റെ ഓടാമ്പലുകളോളം ഇറങ്ങി പോകുന്നു. പൊടിയിൽ ഒരു പോലെ വിശ്രമം ഉണ്ടാകും. നോക്കണമേ, ഞാൻ പാതാളത്തിലേക്ക് അതെന്റെ വീടായി പ്രതീക്ഷിച്ച എന്റെ പ്രത്യാശ എവിടാണ്? ഞാൻ അവിടേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. ഇത് ഒരാളെ മാത്രം ബാധിക്കുന്നല്ല. പഴയ നിയമ ഭക്തന്മാരെല്ലാവരും അവരുടെ വീടായി പ്രതീക്ഷിച്ചിരുന്നത് ഭൂമിക്ക് അടിയിലുള്ള പാതാള ലോകത്താണ്. കർത്താവ് പറഞ്ഞിട്ട് താക്കോൽ എന്റെ കയ്യിലാണ്. ഇനി 1 ശമൂവേൽ 2:6 വായിച്ച്. 1 ശമൂവേൽ 2:6. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ഈ വാക്യങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നില്ല. ഈ വാക്യങ്ങൾ എല്ലാം എടുത്തു നോക്കുമ്പോൾ പഴയ നിയമ ഭക്തന്മാർ തങ്ങളുടെ വീടായി പ്രതീക്ഷിച്ചിരുന്നത്, തങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ആത്മാക്കൾ പോയിക്കൊണ്ടിരുന്നത് സ്വർഗത്തിലെ പർദീസയിലേക്കല്ലെന്നും ദൈവം ഭൂമിക്കടിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ പാതാളത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇനി ഇവരുടെ ആത്മാക്കൾ മാത്രമല്ല പാതാളത്തിൽ പോകുന്നത്, ദുഷ്ടന്മാരുടെ ആത്മാക്കളും പാതാളത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ദുഷ്ടന്മാരുടെ ആത്മാക്കളും. 9-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം വായിക്കാം. 9:17. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. അപ്പൊ ഭക്തന്മാർ പാതാളത്തിലേക്ക് പോകുന്നു, ദുഷ്ടന്മാരും പാതാളത്തിലേക്ക് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാർ പോകുന്നു, നീതിമാന്മാരും പാതാളത്തിലേക്ക് പോകുന്നു, ദുഷ്ടന്മാരും പാതാളത്തിലേക്ക് പോകുന്നു. ഇതിന്റെ താക്കോൽ നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ്. എന്നാൽ പാതാള ലോകത്തിൽ ഇവരുടെ പാർപ്പിടം വെവ്വേറെയായിരുന്നു. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ അതിനെക്കുറിച്ച് വിശദമായ ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. 16-19 മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു. ലാസർ എന്നൊരു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നതും തിന്നു വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം, പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്.
അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്കും മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവരോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഈ ചരിത്രം ഉണ്ടല്ലോ, ഇതൊരു ഉപമയല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവ് ഒരുപാട് ഉപമ അറിഞ്ഞിട്ടുണ്ട്. ഇതൊരു സംഭവമാണ്. അവിടെ വായിക്കും ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. പിന്നെ വായിക്കുന്നത് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അപ്പൊ മോശയുടെയും പ്രവാചകന്മാരുടെയും കാലത്ത് നടന്ന ഒരു സംഭവമാണ് കർത്താവ് എടുത്ത് പറയുന്നത്, ഉപമയല്ല. കർത്താവ് അവനൊരു ഉപമ പറഞ്ഞത് എന്ന് എല്ലാം താൻ ഉപമ പറയുന്നിടത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവനൊരു ഉപമ പറഞ്ഞു എന്തെന്നാൽ ഇതൊരു ഉപമയല്ല, ഇതൊരു സംഭവമാണ്. പ്രത്യേകം എടുത്ത് പറയുന്നത് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന് പറയും. ഇവിടെ ധനവാനായ ഒരു മനുഷ്യൻ, അവൻ തൻ്റെ ജീവകാലത്ത് ധൂമ്ര വസ്ത്രമൊക്കെ നരിച്ച് ആഡംബരത്തോടെ സുഖിച്ചു പോന്ന ഒരു മനുഷ്യനാണ്. പാതാള ലോകത്തിന്റെ 3 വിഭാഗങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. അവൻ ഒരു നല്ല പ്രവൃത്തി ചെയ്തു. ഭക്തനായ ഈ ലാസർ, ജീവിതം കാസൊഴിച്ച ലാസർ, ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞവനായി തൻ്റെ വീടിന്റെ വാതിക്ക വന്ന് കിടക്കുന്നത്. നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ വാതിക്ക കിടത്തുമോ? ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് അവനെ അവിടുന്ന് ഉടനെ ഓടിക്കും, അല്ലെ കല്ലെറിഞ്ഞ് ഓടിക്കും. എന്നാൽ ഇവൻ അവിടെ കിടക്കാൻ തക്കൊണ്ട് സമ്മതിച്ചെന്നുള്ളതാണ്. അതിലെനിക്ക് ആ മനുഷ്യനോട് വലിയ റെസ്പെക്ട് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരും അങ്ങനെ ഒരു മനുഷ്യൻ വന്ന് വീടിന്റെ വാതിക്ക വന്ന് കിടന്നാൽ അവിടെ ഇരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ധനവാനായ ഈ മനുഷ്യൻ ഒരു നല്ല കാര്യം ചെയ്ത്, അവന്റെ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞിരിക്കുക, നായ്ക്കൾ വന്ന് നക്കുക. അപ്പൊ ഈ ധനവാന്റെ വീട്ടിൽ നിന്ന് വല്ല അപ്പനോർക്കും കൊടുക്കുന്നുണ്ടായിരിക്കണം, അങ്ങനെയാണല്ലോ അവൻ ജീവിച്ചത്. അപ്പൊ ആ നിലയിലൊക്കെ അവൻ ഗുണം ചെയ്തു. എന്നാൽ ഇവൻ ആഡംബരത്തോടെ സൂക്ഷിച്ച് ജീവിച്ചു. അത് നമ്മളിവിടെ വായിക്കുന്നത്, അതേ ജീവിതം കാത്തു സൂക്ഷിച്ചവൻ, ഭക്തനായി ജീവിച്ച ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ വന്ന് അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ മരിച്ചപ്പോൾ അവന്റെ ആത്മാവ് യാതനാ സ്ഥലത്തേക്ക് പോയി. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കണം, ധനവാൻ മേലോട്ട് നോക്കി അബ്രഹാമിനെയും അവന്റെ മടിയിരിക്കുന്ന ലാസറിനെയും കണ്ടു. ഈ ഭൂമിക്കടിയിലുള്ള പാതാള ലോകത്തിന്റെ 3 ഭാഗമാണ്. മേലോട്ട് നോക്കി കണ്ടു. അപ്പം ഈ അബ്രഹാമും പഴയ നിയമ വിശുദ്ധന്മാരും ഇരിക്കുന്ന സ്ഥലം മേലത്തെ പാതാളമാണ്. പാതാള ലോകത്തിന് 3 ഭാഗങ്ങളാണ്. അതിന് യഹൂദന്മാരുടെ ചരിത്രത്തിൽ, യഹൂദന്മാരുടെ കാലത്ത് ഈ മുകളിലുള്ള ഈ പാതാളത്തിന് അബ്രഹാമിന്റെ മടി എന്ന് വിളിച്ചിരുന്നു. അതാണ് അബ്രഹാമിന്റെ മടി. എന്നാൽ അതിന്റെ ശരിയായ പേര് പർദീസയാണ്. ഞാൻ ഇതിന്റെ വാക്യം കൊണ്ടുവരാൻ തക്കൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇവൻ മേലോട്ട് നോക്കി അബ്രഹാമിനെയും അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന, ആ പർദീസയുടെ പേര് അബ്രഹാമിന്റെ മടി എന്ന, അബ്രഹാമിന്റെ മടിയിരിക്കുന്ന ലാസറിനെയും കണ്ടു. അപ്പം ധനവാൻ ഏറ്റവും താഴെ കിടക്കുന്നു. അവൻ മേലോട്ട് നോക്കി അതേ മേലത്തെ പർദീസയിൽ അബ്രഹാമും ലാസറും ഇരിക്കുന്ന കാഴ്ച കണ്ടു. മരിച്ചു കഴിയുമ്പോൾ അതേ മൗനതയിൽ ഇറങ്ങിയവരാരും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്നാണ് വായിക്കുന്നത്. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവരും മൗനത ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ഇവിടെ ആത്മാക്കൾക്ക് തമ്മിൽ സംസാരിപ്പാൻ തക്കനുള്ള, ദൈവത്തെ സ്തുതിപ്പാൻ തക്കനുള്ള അതേ അവർക്കുള്ള അതിൻ്റെ അകത്തുള്ള താലന്തുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർ തമ്മിൽ സംസാരിച്ച, ആത്മാക്കളാണല്ലോ സംസാരിക്കുന്നത്. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം പിതാവേ. അപ്പൊ ഈ ധനവാൻ ഉണ്ടല്ലോ, വിളിച്ച വിളി അബ്രഹാം പിതാവേ എന്നാണ് വിളിച്ചത്. കാരണം ഇവൻ പള്ളി പോകുന്നില്ലായിരുന്നു. ഈ ധനവാൻ പള്ളി പോകുന്ന സമയത്ത്, ആഡംബരത്തോടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പള്ളികളിലൊക്കെ അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കാത്തവരാരാ? നമ്മുടെ സഭയിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അബ്രഹാമിന്റെ കാര്യമുണ്ട് പ്രസംഗിക്കാൻ. പുതിയ വിഷയങ്ങളൊന്നും ആരും കൊണ്ടുവരത്തില്ല. എവിടെയെങ്കിലും കൊണ്ട് അബ്രഹാമിന്റെ കാര്യമൊക്കെ 10-50 പ്രാവശ്യം പറഞ്ഞ ആൾക്കാരുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവന് പള്ളി ചെന്നപ്പോ അബ്രഹാം എന്നുള്ള പ്രസംഗം കേട്ടപ്പം അബ്രഹാമിനെ കുറിച്ചുള്ള ധാരണ ഇവന്റെ മനസ്സിൽ വന്നു. പള്ളി പോകുന്നില്ലായിരുന്നു. പക്ഷേ ജീവകാലം സൂക്ഷിച്ച് അത് ആഡംബരത്തോടെ ജീവിച്ച് കർത്താവിനെ കൈക്കൊള്ളാതെ ദൈവവുമായിട്ട് ബന്ധപ്പെടാതെ ജീവിച്ചതിനാൽ അവന്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയി. അബ്രഹാം പിതാവേ, ദൈവത്തിന്റെ സഹോദരൻ. ഇവൻ ഇവിടെ യാതന അനുഭവിക്കുക. അവൻ യാതനാ സ്ഥലത്തേക്ക് പോയി. ഏറ്റവും അടിയിലത്തെ സ്ഥലമാണ് യാതനാ സ്ഥലം. അവിടെ അഗ്നി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവന് വെള്ളം കിട്ടുന്നില്ല. അവൻ അവിടെ അബ്രഹാം പിതാവേ
ഞാൻ ഇവിടെ കിടന്ന് യാതന അനുഭവിക്കുന്നു. ലാസറിനെ എൻ്റെ അടുക്കിലേക്ക് അയച്ച് ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിന്മേൽ തരണമേ. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഇവനൊരു കുരുക്കനാണ് കേട്ടോ. കാരണം ലാസറിനെ അങ്ങനെ ഇവന്റെ വാക്ക് കേട്ട് അങ്ങനെ എന്നാ ഒരു തുള്ളി വെള്ളം തരാന്നൊക്കെ പറഞ്ഞ ലാസറിനെ ഒരു ബോട്ടിൽ വെള്ളമായിട്ടോ കൊണ്ട് പറഞ്ഞു വിടുക എന്നിരിക്കട്ടെ. അവിടെ യാതനാസ്ഥലത്ത് ചെന്ന് കഴിയുമ്പോണ്ടല്ലോ ഈ ധനവാനുണ്ടല്ലോ, അവൻ ഇവരെ പിടിച്ചു, നീ പോകണ്ട ഇവിടെ കിടന്നു എന്ന് പറഞ്ഞ് അവിടെ കെട്ടിപ്പിടിച്ച് കിടത്തും. അവിടെ ഒരു ആപ്പ് വെക്കാൻ അവൻ നോക്കിയത്. ഈ ഒരിക്കൽ രണ്ടുപേർ ഒന്നിച്ചിങ്ങനെ താമസിക്കുകയായിരുന്നു, രണ്ട് സ്നേഹിതന്മാർ. അവർ ഒന്നിച്ച് താമസിച്ച സമയത്ത് അതിലൊരു സ്നേഹിതന് അപകടം ഉണ്ടായി. ഈ അപകടം ഉണ്ടായ വ്യക്തി ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് ടാപ്പ് വെക്കുന്ന വ്യക്തിയാണ്. അവന്റെ ജീവിതകാലത്ത് മൊത്തം ഉപദ്രവിക്കുക മറ്റുള്ളവരെ. അപ്പൊ ഇവൻ മരിക്കാറായി, ഡോക്ടർ പറഞ്ഞ് മരിച്ചു പോകും, അതുകൊണ്ട് ഇനിയും വലിയ ചികിത്സയ്ക്ക് ഒന്നുമില്ല, മരിച്ചു പോകും, അവന് വേണമെന്നെല്ലാം കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം ഇവന്റെ ആഗ്രഹം, ഇവന്റെ അടുത്ത സ്നേഹിതൻ അടുത്ത് നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ്, കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ മരിക്കാൻ കിടക്കുന്ന സ്നേഹിതൻ പറഞ്ഞു, സ്നേഹിത അറ്റപ്പുള്ളി വെച്ച് നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒറ്റ ആഗ്രഹമുണ്ട്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മരിച്ചു പോകും. എന്നാൽ നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. എൻ്റെ ജീവൻ അങ്ങോട്ട് പോകുന്ന കണ്ടു കഴിയുമ്പോൾ ആ കമ്പിപ്പാരുണ്ടല്ലോ, ആ കമ്പിപ്പാരെടുത്ത് എൻ്റെ നെഞ്ചത്തോട്ടം കുത്തി ഇറക്കണം. അയ്യോ, ഞാൻ ഒരിക്കലും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അതെനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മുടെ സ്നേഹിതന്മാരില്ലേ, ഇല്ല സ്നേഹിത, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, നീ അത് ചെയ്തേ ഒക്കത്തുള്ളൂ. ആ സാധു സ്നേഹിതനുണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ ജീവൻ അങ്ങോട്ട് പോയി കമ്പിപ്പാരെടുത്ത് നെഞ്ചത്ത് കുത്തി അങ്ങ് ഇറങ്ങി. അയൽവാസിൽ ഓടി വന്നപ്പോൾ ഒരുത്തൻ കമ്പിപ്പാര കുത്തി ഒരുത്തനെ കൊന്നിട്ടിരിക്കുക. പോലീസിനെ വിളിച്ചു, അവനെ ജയിലിൽ കൊണ്ടുപോയി. അവന്റെ മരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ട് ഒരു ആപ്പ് വെച്ചിട്ട് പോകുന്ന ആൾക്കാർ ഉണ്ട്. അതുപോലെ ഒരുത്തൻ എന്ന് പറഞ്ഞ പോലെ ഈ ധനവാൻ പറയുകയാണ്, ലാസറിനെ ഇങ്ങോട്ട് നയിക്കണമേ. ഇവിടെ വന്നു കഴിയുമ്പം അവനെ കെട്ടിപ്പിടിച്ച് അവിടെ കിടത്താനുള്ള ദുരുദ്ദേശമാണെന്ന് അറിയാൻ മേല. എന്നാൽ അബ്രഹാം കൊടുത്ത വിളി എന്താ അറിയോ? മകനെ. ആ വിളി കേട്ടപ്പോൾ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തോന്നി. മകനെ, ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ടും വരാനൊക്കത്തില്ല, അവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരാനൊക്കത്തില്ല, ഇതിന്റെ ഇടയിൽ ഒരു പിളർപ്പുണ്ട്. അപ്പൊ പാതാള ലോകത്തിന്റെ 3 ഭാഗം. ഒന്നാം പാതാളം അബ്രഹാമിന്റെ മടി, പിളർപ്പ് രണ്ടാം പാതാളം, മൂന്നാം പാതാളം ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവർ പോകുന്ന യാതനാ സ്ഥലം. ദൈവത്തിന് സ്തോത്രം. അപ്പം മേലോട്ട് നോക്കി പറഞ്ഞ വാചകമാണ്, അതേ ലാസറിനെ ഇങ്ങോട്ട് നയിക്കണമേ എന്ന് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അതേ 86-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 86-13. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അവിടെ അധമ പാതാളം എന്നുള്ളത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം ദ ലോവസ്റ്റ് ഹെൽ എന്ന്. ദ ലോവസ്റ്റ് ഹെൽ ഗ്രാമർ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ലോവസ്റ്റ് ഹെൽ എന്ന് പറഞ്ഞാൽ ലോ, ലോവർ, ലോവസ്റ്റ്, അപ്പർ, ലോവർ, ലോവസ്റ്റ്. നീ എന്റെ പ്രാണനെ ലോവസ്റ്റ് ഹെല്ലിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ദാവീദ് പറയുന്ന വാചകമാണ്, ഞാൻ അധമ പാതാളത്തിൽ പോകേണ്ടവനായിരുന്നു. നിങ്ങൾ ആ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അധമ പാതാളത്തിൽ പോകേണ്ടവനായിരുന്നു, പാപമൊക്കെ ചെയ്ത സന്ദർഭത്തിൽ, അതുപോലെ തന്നെ ജീവിതം ശൂന്യമായ സന്ദർഭത്തിൽ. എന്നാൽ നീ എൻ്റെ പ്രാണനെ, എൻ്റെ കരച്ചില്, എൻ്റെ സങ്കടം കേട്ട് എന്നെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്നെ ലോവസ്റ്റ് ഹെല്ലിൽ നിന്ന് വിടുവിച്ച് എന്നെ അപ്പർ ഹെല്ലിലാക്കിയിരിക്കുന്നു. പാതാള ലോകത്തിന്റെ പേരാണ്. അപ്പർ ഹെല്ലിലായിരിക്കുന്നു, പർദീസയിലാക്കിയിരിക്കുന്നു. അതേ അബ്രഹാമിന്റെ മടിയിലായിരിക്കുന്നു. ദാവീദ് തന്റെ നന്ദി സൂചകമായി ദൈവത്തോട് പറയുന്ന പ്രാചകമാണ്, എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. കർത്താവിനെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ച് മേലത്തെ പാതാളത്തിലാക്കുവാൻ തക്കോടിയായി. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കാം. എന്റെ കോപത്താൽ തീ ജ്വലിച്ചു, പാതാളത്തിന്റെ ആഴത്തോളം എന്റെ കോപത്താൽ തീ ജ്വലിച്ച് പാതാളത്തിന്റെ ആഴത്തോളം. അവിടെ പാതാളത്തിന്റെ ആഴം എന്ന് പറയുന്നതിനും ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം ദ ലോവസ്റ്റ് ഹെൽ എന്നാണ്. നിങ്ങൾ ഇംഗ്ലീഷ് ഫയൽ എടുത്ത് വായിച്ചോണം, ദ ലോവസ്റ്റ് ഹെൽ. അപ്പൊ പാതാളത്തിന്റെ ആഴം എന്നത് ഇംഗ്ലീഷിൽ ലോവസ്റ്റ് ഹെൽ എന്നാണ്. പാതാള ലോകത്തിൽ അഗ്നി ജ്വലിച്ച് കത്തുന്ന ഒരു ഭാഗമുണ്ടെന്ന് ഇവിടെ വ്യക്തമായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. ആ അഗ്നി ജ്വലിക്കുന്ന ഭാഗത്തെക്കുറിച്ച് അടുത്ത ആഴ്ചയിൽ എൻ്റെ ഒരു വിശദീകരണമുണ്ട്. ഈ ഭൂമിക്കടിയിൽ പാതാള ലോകത്തിൽ അഗ്നി ജ്വലിച്ച് കത്തുന്ന ഭാഗം ഇന്ന് ശാസ്ത്രജ്ഞന്മാര് അവരുടേതായ നിലയിൽ കണ്ടുപിടിച്ച
വിഷയങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തി തെളിവ് സഹിതം ഞാൻ പറയാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. ആ പാത ഇന്നിവിടെ പ്ലാറ്റ്ഫോം ഇരിക്കുന്നവരെല്ലാം നമ്മൾ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഈ തീ കത്തുന്ന സ്ഥലത്തേക്ക് പോകേണ്ടവരായിരുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞ പോലെ നമുക്ക് പറയാനുള്ളത്, എന്നോടുള്ള നിർദ്ദയ വലുതല്ലോ, നീ എൻ്റെ പ്രാണനെ ലോപസ്ഥകളിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. അപ്പൊ ധനവാൻ അവിടെ കിടന്ന് ഇപ്പോഴും യാതന അനുഭവിക്കുക. ധനവാൻ പറഞ്ഞു, ലാസറിനെ ഇങ്ങോട്ടൊന്ന് വരാത്താൻ ഒക്കത്തില്ലെങ്കിൽ ലാസറിനെ ഭൂമിയിലേക്കൊന്ന് അയക്കണമേ. എൻ്റെ 5 സഹോദരന്മാർ അവിടെ ഉണ്ട്. അപ്പം ഈ ധനവാന് പൂർണ്ണമായിട്ട് അറിയാം, അവരും റൗഡികളാണ്, മറ്റുള്ളവർക്കിട്ട് വേല വെക്കുന്നവരാ. ഞാന് അച്ചാൻ ഇവിടെ കിടക്കുന്ന മൂത്ത പുള്ളിയാണ് ഇത്. അത് അവർ ചെന്ന് ആ സഹോദരന്മാരോട് ലാസറിനെ പറഞ്ഞയച്ച് ഒന്ന് സുവിശേഷം അറിയിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അതെ അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മോശയുടെയും പ്രവാചകന്മാരുടെയും കാലത്ത് നടന്ന ഒരു സംഭവം കർത്താവ് എടുത്ത് വിശദീകരിച്ച് തന്റെ ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്. ഉടനെ ധനവാൻ അങ്ങോട്ട് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് ചെന്ന് നിങ്ങളുടെ അച്ചായൻ ഇവിടെ കിടപ്പുണ്ട്, അതെ നിങ്ങൾ ശരിയായിട്ട് ജീവിച്ചില്ലെങ്കിൽ നിങ്ങളും അങ്ങോട്ടേ പോകത്തുള്ളൂ എന്ന് അവരെ പറഞ്ഞെന്ന് മനസ്സിലാക്കിയാൽ അവര് ഇവിടെ വരാതെ അവിടെ പർദീസയിൽ കടന്നു വരും. അപ്പൊ ഈ അച്ചായന് ഈ ആഴത്തിൽ കിടക്കുന്ന ഈ തീജ്വാലയിൽ കിടന്ന് പൊളയുന്ന ഈ അച്ചാൻ അറിയാം, എൻ്റെ 5 സഹോദരന്മാർ ഇങ്ങോട്ടേ വരത്തുള്ളൂ. എന്നാൽ എൻ്റെ സ്ഥിതി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാമെങ്കിൽ അതേ അവർ രക്ഷിക്കപ്പെടും എന്നാണ് ഇദ്ദേഹം അബ്രഹാമിന് കൊടുക്കുന്ന ബുദ്ധി. ഉടനെ പറഞ്ഞ വാചകം എന്തറിയാമോ? അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാൻ മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും അവർ കേൾക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത്ര മോശമായി അവർ ജീവിക്കുന്നവരാ. എന്നോടുള്ള ദയ വലിയതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ, ഭൂമിക്കടിയിൽ നമുക്ക് വേണ്ടി ഒരുക്കി അല്ല പഴയ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ആ സ്ഥലത്തിന് പാതാളം എന്നാണ് വിളിക്കുന്നത്. 1ാമത്തെ പാതാളം, 2ാം പാതാളം പിളർപ്പ്, 3ാം പാതാളം അതേ ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവരും കഴിഞ്ഞു കൂടുന്ന സ്ഥലം. അവരിപ്പോഴും അങ്ങോട്ട് തന്നെയാണ് അവരുടെ ആത്മാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മേലത്തെ പാതാളത്തിന്, നീതിമാന്മാർ കിടന്ന സ്ഥലത്തിന് അബ്രഹാമിന്റെ മടി എന്ന് യഹൂദന്മാർ വിളിച്ചു വരുന്നു. അബ്രഹാമിന്റെ മടിയിലേക്ക് പോകുന്നതാണ് അവർ പറയുന്നത്. എന്നാൽ അതിന് അബ്രഹാമിന്റെ മടിയെന്നും പാതാളമെന്നും പേരുണ്ടെങ്കിലും അതിന്റെ ശരിയായ പേര് പർദീസ എന്ന് തന്നെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 42-ഉം 43-ഉം വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് 23-ന്റെ 42-ഉം 43-ഉം വായിക്കാൻ താമസിക്കാണെങ്കിൽ ഞാനങ്ങ് പറഞ്ഞു വിടുക, ആരെങ്കിലും വായിക്കാം. പിന്നെ അവൻ യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ക്രൂശിൽ കടന്ന കള്ളൻ, അതേ യേശുവും 2 കള്ളന്മാർ, 2 വശത്തും ഓരോ കള്ളന്മാർ. അതിൽ ഒരു കള്ളൻ, വലത്തുഭാഗത്തെ കള്ളൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഒരു കള്ളൻ എവിടെ കിടന്നാലും വലത്തുഭാഗത്ത് കിടന്നാൽ എനിക്ക് വലിയ സന്തോഷം. അതിലൊരു കള്ളൻ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. നമ്മൾ ആ ക്രൂശിന്റെ ആ സംഭവം ചിന്തിക്കുകയാണ്. ഈ 2 കള്ളന്മാർ യേശുവിനെ ദൂഷിച്ചതാണ്, 2 പേരും ദൂഷിച്ചു. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 4 സുവിശേഷം വായിച്ചു നോക്കുമ്പോൾ 2 പേരും കർത്താവിനെ ദൂഷിച്ചവരാണ്. എന്നാൽ അതിലൊരു കള്ളന് മാനസാന്തരം കാരണം അത് 2 വിഷയമാണ്. ഈ നമ്മുടെ കർത്താവ് ക്രൂശിൽ കടന്ന സന്ദർഭത്തിൽ വഴിയെ പോകുന്നവരും എല്ലാവരും ദൂഷിക്കുമ്പോൾ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ക്ഷമിക്കാൻ തക്കണം കർത്താവ് പ്രാർത്ഥിക്കണം. 2ാമത് ഈ കള്ളൻ രക്ഷിക്കപ്പെടാൻ കാരണം അവന്റെ ഈ ക്രൂസിന്റെ മുകളിൽ, യേശുവിന്റെ ക്രൂസിന്റെ മുകളിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. INRI എന്നുള്ള അതേ ഒരു ബോർഡാണ് വെച്ചിരിക്കുന്നത്. INRI. ഇന്ന് നമ്മുടെ പല സഹോദരന്മാരും പെസഹായൊക്കെ വരുമ്പോൾ അതേ അപ്പം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ INRI എന്ന് എഴുതി വെക്കാറുണ്ട്. ഇൻട്രി അപ്പം. അത് ആ INRI ഇൻട്രി എന്നൊക്കെ ഉപയോഗിച്ച് അതിപ്പോ ഇൻട്രി അപ്പമായിട്ട് ഉപയോഗിക്കാറുണ്ട് പെസഹായിൽ. എന്നാൽ ഈ INRI എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നസറേനായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവെന്നാണ് എൻ്റെ അർത്ഥം. നസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. ഈ കള്ളൻ വേദനയുടെ നടുവിൽ ചെരിഞ്ഞു കിടന്ന് ഈ ബോർഡ് കണ്ടു. ആ ബോർഡ് ഇങ്ങനെയായിരുന്നു, നസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. താൻ ചിന്തിച്ചു, ഇപ്പൊ അവൻ രാജാവാണോ? അല്ല, അവൻ താമസിയാതെ രാജാവായി വരും എന്നുള്ള ഒരു സുബോധം തനിക്കുണ്ടായി.
അവൻ രാജാവായി വരും. ഇപ്പൊ അവൻ രാജാവല്ല. അവന്റെ പ്രാർത്ഥന, പിതാവേ ഇവർ ചെയ്യുന്ന ഇന്നത് അറിയായി അവർ ക്ഷമിക്കണമേ. ഇവൻ മരിക്കാൻ പോവുകയാണ്, അല്ലെ ഇവനും മരിക്കും താമസിക്കാതെ. അവൻ പെട്ടെന്ന് ചാടി കർത്താവിനോട് പറഞ്ഞു. പ്രാർത്ഥനയും കേട്ട് ബോർഡും കണ്ടു. ആ ട്രാക്റ്റാണ് ഈ കള്ളനെ രക്ഷയുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ട്രാക്ട് വിതരണം ചെയ്യുന്നുണ്ടല്ലോ, അത് വെറുതായി പോകുന്നില്ല. ഞാൻ ട്രാക്ട് വിതരണം ചെയ്ത എത്ര പേര് ആ ട്രാക്ട് വായിച്ച് രക്ഷിക്കപ്പെട്ട് സഭയിൽ കടന്നു വന്നിട്ടുണ്ട്. ഈ ട്രാക്ട്, ഈ INRI എന്നുള്ള ബോർഡ് തന്നെ നസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. അവൻ പറഞ്ഞു, കർത്താവായ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. കർത്താവ് കൊടുത്ത മറുപടി എന്നറിയാമോ? ഇന്ന് നീ എന്നോട് പർദീസായിരിക്കും. ഇനി അടുത്ത വിഷയം, കർത്താവ് മരിച്ച അന്ന് സ്വർഗീയ പർദീസാലേക്ക് പോയില്ല. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ പർദീസാലേക്ക് പോയില്ല. കർത്താവിന്റെ ജീവൻ പോയല്ലോ. അവൻ ജീവൻ പോയി കഴിഞ്ഞ് കർത്താവ് പോയത് ഈ ഭൂമിക്ക് അടിയിലുള്ള പർദീസയിലേക്കാണ് പോയത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. എഫേസ്യർ 4:8. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അവൻ കയറി എന്നതിനാൽ, ഞാൻ അടുത്ത വാക്യം കൊണ്ട് വായിച്ചേ. കയറിയവൻ വായിച്ചേ മേഴ്സി. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കയറി. മരിച്ച ദിവസം അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? കർത്താവായ യേശു ക്രിസ്തു മരിച്ച ആ ദിവസം തന്റെ പിതാവെ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ കർത്താവ് തന്റെ ശരീരത്തിന് ആത്മാവ് വിട്ടുപോയി. അവൻ ആത്മാവിൽ ഈ ഭൂമിക്കടിയിലുള്ള പർദീസിലേക്ക്, അതിന് ഷിയോൾ എന്നാണ് എബ്രായ പദത്തിൽ കാണുവാൻ തക്കണം കഴിയുന്നത്. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു കേട്ടോ. കാരണം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കർത്താവിന്റെ കരങ്ങളില്ല. തന്റെ ആത്മാവ് അന്ന് സ്വർഗത്തിൽ പോയില്ല, സ്വർഗീയ പർദീസയിലേക്ക് പോയില്ല. മരിച്ചു കഴിഞ്ഞ് തന്റെ ആത്മാവ് ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനും മീതെ കയറിയവനായിരുന്നു. എങ്ങനെ? ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ കയറി. ഈ അബ്രഹാം മുതൽ ഹാബേലാണ് ആദ്യമേ ഈ പർദീസയിലേക്ക് പോയത്. ഭൂമിക്കടിയിലുള്ള ഹാബേൽ മുതലുള്ള സകല പഴയ പരിശുദ്ധന്മാരും കർത്താവ് അവിടെ ചെന്ന് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഈ കള്ളനും വന്നു. അതാണ് പറഞ്ഞത്, നീ ഇന്ന് എന്നോടുള്ള പർദീസയിലിരിക്കും. കർത്താവ് അവിടെ ചെന്ന് അല്പസമയത്തിനുള്ളിൽ കള്ളൻ മരിച്ചു അവന്റെ ആത്മാവും ഈ പർദീസയിലേക്ക് വന്നു. അവൻ ആത്മാവിൽ ഇറങ്ങിച്ചെന്നു എന്ന് വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ പത്രോസിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. എന്താണെന്ന് വായിച്ചേ, 2:27 മുതൽ. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ എന്റെ പ്രാണനെ 27 മുതൽ ആര് വായിക്കുന്നത്? നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ചും അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. ഗോത്രപിതാവായ ദാവീദ് മരിച്ചു അടക്കപ്പെട്ടു. എന്നാൽ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഭൂമിക്കടിയിലുള്ള അധോലോകത്തിലുള്ള ആ പാതാളത്തിന്റെ കാര്യമാണ്. നീ എന്റെ പ്രാണനെ പാതാളത്തിലേക്ക് വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. ഗോത്രപിതാവായ ദാവീദിനെ മരിച്ചു അടക്കപ്പെട്ടു, അവന്റെ ശരീരം ദ്രവത്വം കണ്ടു. ഞാൻ ഒരു കാര്യം പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ ശരീരമുണ്ടല്ലോ, ദ്രവത്വം കാണാത്ത ഒരു ശരീരമായിരുന്നു കേട്ടോ. ദ്രവത്വം കാണാത്ത ഒരു ശരീരമായിരുന്നു യേശു ക്രിസ്തുവിന്റെ ശരീരം. കാരണം ആ ശരീരം സ്വർഗത്തിലെ പിതാവായ ദൈവം പ്രത്യേകം ഒരുക്കിയ ഒരു ശരീരമായിരുന്നു. ആ ശരീരം ദ്രവത്വം കാണാൻ ഒക്കത്തില്ല. അത് ദൈവം തമ്പുരാൻ പ്രത്യേകമായി ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ട ശരീരമല്ലായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം. ആദാമ്യ ദൃഷ്ടിയിൽ ഉൾപ്പെട്ട
ശരീരമല്ലായിരുന്നു. ദൈവം ഇതാ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. അതിനെക്കുറിച്ച് എബ്രായർ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തന്നായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം, 9-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവും നേറിയൊരു കൂടാരത്തിൽ കൂടി. കാരണം ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായിരുന്നില്ല യേശുവിന്റെ ശരീരം. ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതല്ലായിരുന്നു, പ്രത്യേക ഒരുക്കിയ ശരീരമാണ്. ആ ശരീരം ദ്രവത്വം കണ്ടില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിച്ചില്ല. എന്നാൽ ഗോത്രപിതാവായ ദാവീദ് മരിച്ചടക്കപ്പെട്ട് പുഴുതുന്നു, ദ്രവത്വം കണ്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ പാതാളത്തിൽ, അധമ പാതാളത്തിൽ പോയില്ല. എന്നാൽ അവൻ പാതാള ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നത് വിശുദ്ധന്മാർ കിടക്കുന്ന ഈ പർദീസയിലേക്കാണ് കടന്നുപോയത്. അവിടെ ചെന്ന് അതേ യേശു ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതേ ആ പാതാളത്തിന്റെ കയ്യിലെ താക്കോൽ തന്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ അത് തുറക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. 1 പത്രോസ് 3-ാം അധ്യായം 19-ാമത്തെ വാക്യം എന്ന് വെച്ച് അവിടെ വായിക്കുന്നു, അവൻ ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അവൻ ആത്മാവിൽ ചെന്ന് കേട്ടോ, ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ചെന്ന് അവൻ ആത്മാവിൽ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പിന്നെ രക്ഷിക്കപ്പെടാത്ത അനുസരിക്കാത്ത തടവിൽ കിടക്കുന്ന ആത്മാക്കളോട് അവൻ പ്രസംഗിച്ചു. സുവിശേഷമല്ല പ്രസംഗിച്ചത്, അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം പ്രൊക്ലെയിം ചെയ്തെന്ന എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്തു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ 1-ാം പാതാളത്തിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധന്മാർ കിടക്കുന്ന ഈ പാതാള ലോകത്തിലേക്ക് കർത്താവ് കൊണ്ട് ഇറങ്ങി ചെന്നിട്ട് തൻ്റെ കയ്യിരിക്കുന്ന താക്കോൽ കൊണ്ട് ആ പർദീസയുടെ കവാടം തുറന്ന് യേശു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം 50-ാം സങ്കീർത്തനം വായിക്കുന്ന പോലെ 5-ാമത്തെ വാക്യത്തിൽ യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത വിശുദ്ധന്മാരാണ്. കർത്താവായ യേശു ക്രിസ്തു അവിടെ ചെന്നിട്ട് പ്രൊക്ലെയിം ചെയ്തു, നിങ്ങൾ ഇത്രയും നാളും യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തതാണ്. ആ കാൽവരി ക്രൂസിൽ എന്നേക്കുമുള്ള യാഗം ഞാൻ നിറവേറ്റിരിക്കുന്നു. അബ്രഹാം കാൽവരി ക്രൂസിനെ കണ്ടുകൊണ്ട് അതേ ഇസഹാക്കിന് പകരം ഒരു ആട്ടുംകുട്ടിയെ ബലി കഴിച്ചല്ലോ. അബ്രഹാമിനെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അവൻ എൻ്റെ ദിവസം കണ്ടു, എൻ്റെ ദിവസം കണ്ടുകൊണ്ട് അവൻ ആനന്ദിച്ചു എന്ന് വായിക്കുന്നില്ലേ? ആനന്ദിച്ചു. ഏത് ദിവസമാ? കാൽവരി ക്രൂസിൽ കർത്താവ് പെടഞ്ഞു മരിക്കുന്ന, മാനവജാതിക്ക് വേണ്ടി മരിക്കുന്ന കാഴ്ച കണ്ട് അതേ പാതാള ലോകത്തു നിന്നൊരു വിടുതൽ ലഭിക്കുമല്ലോ എന്നുള്ള നിലയിൽ ആനന്ദിച്ച അബ്രഹാമിനെ കുറിച്ച് കർത്താവായ യേശു വിവരിച്ചിരിക്കുന്നു. ഈ പാതാള ലോകത്തിലേക്ക് കടന്നു നിന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിച്ചെന്നല്ല, പ്രൊക്ലെയിം ചെയ്തു. നിങ്ങളെല്ലാവരും യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരാണ്, ഞാനത് കാൽവരി ക്രൂസിൽ പൂർണ്ണമായി നിറവേറ്റിരിക്കുന്നു. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരും ക്രൂസിലെ കള്ളനും അവസാനോടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒരു സന്തോഷിച്ച് ആനന്ദിക്കാൻ തുടങ്ങി. വലിയ ആത്മാക്കൾ കർത്താവിനെ കണ്ടപ്പോൾ ആനന്ദിച്ചു. എന്നാൽ ഇത് വിളംബരം ചെയ്തപ്പോൾ ഏറ്റവും അടി കിടക്കുന്ന ദുഷ്ടന്മാരുടെ ആത്മാക്കൾക്ക് മനസ്സിലായി ഇനി ഒരു ന്യായവിധി ഉണ്ട്. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തി 17:31 വായിക്കുന്നു, അതേ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ ലോകത്തിനൊരു ന്യായവിധി ഉണ്ടെന്നുള്ള ഉറപ്പ് ലഭിച്ചെന്നായിരിക്കുന്നു. ന്യായവിധി. അപ്പൊ യേശു ക്രിസ്തു ഇത് പ്രൊക്ലെയിം ചെയ്തപ്പോൾ ലോകത്തിനൊരു ന്യായവിധി ഉണ്ട്, നമുക്കൊരു ന്യായവിധി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ന്യായവിധിയുടെ ശബ്ദമായിട്ടാണ് അവർ കേൾക്കാൻ തക്കോണം ഇടയായി തീർന്നത്. അങ്ങനെ സ്വർഗ പർദീസയിലേക്കുള്ള കവാടം തുറന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു വാചകം ഇങ്ങനെയാണ്, അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഏദൻ പർദീസയിൽ തിരിഞ്ഞുകൊണ്ടിരുന്ന വാളില്ലേ, ആ വാള് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ കാൽവരി ക്രൂസിൽ വീണു. വാളെ ഉണരുക. നമ്മൾ വായിക്കുന്നില്ലേ സക്കറിയാ പ്രവചനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, വാളെ ഉണരുക, കൂട്ടാളിയായ എന്റെ ഇടയന്റെ മേൽ വെട്ടുക എന്ന് സക്കറിയാ പ്രവചനം 13:7 വായിക്കുന്നു. വാളെ ഉണരുക ഇല്ലേ? വായിച്ചേ 13:7. എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക, ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു
മാനവജാതിയുടെ പാപങ്ങളെല്ലാം ചുമന്നുകൊണ്ട് ക്രൂശും വഹിച്ച് പോകുന്ന സന്ദർഭത്തിൽ അതേ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം എന്ന് കർത്താവ് പ്രാർത്ഥിച്ചല്ലോ. അതേപ്പറ്റി ഒരു 2 വാക്ക് പറയാനുണ്ട്. ഗേസമന തോട്ടത്തിൽ തന്റെ ശരീരത്തൂടെ രക്തം വേർപ്പ് തുള്ളികളായിട്ട് ഒഴുകുന്ന സന്ദർഭത്തിൽ കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങൾ നീക്കണം എന്ന് പറഞ്ഞില്ലേ? അത് കാൽവരി ക്രൂശിലെ മരണം മാറ്റണം എന്നല്ല പറഞ്ഞത്, നമ്മളതാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം സാത്താനും കൂട്ടിനും ഗേസമന തോട്ടത്തിൽ വെച്ച് ക്രൂശ് നടക്കാതിരിപ്പാൻ അവിടെ വെച്ച് ഒടുക്കി കളവാൻ തക്കണം ശ്രമിക്കുകയാണ്. ക്രൂശ് നടന്നു കഴിഞ്ഞാൽ ദുഷ്ടന്റെ അധീനയിൽ നിന്ന് മാനവജാതി രക്ഷപ്പെടുമെന്നും അതേ ഈ ഭൂമി അവന്റെ കയ്യിൽ നിന്ന് പോകുമെന്നും സാത്താൻ അറിയാം. അതുകൊണ്ട് രക്തം വേർപ്പ് തുള്ളികളായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എബ്രായലേഖനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഗേസമന തോട്ടത്തിൽ വെച്ച് അത്യുച്ച ഉറക്ക നിലവിളിയോടെ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടിയെന്നാണ് വായിക്കുന്നത്. അങ്ങനെ സാത്താനും കൂട്ടരെയും വായിച്ചു കളഞ്ഞു. കാൽവരി ക്രൂശിൽ ഈ വാളിന്റെ വെട്ട് കർത്താവ് ഏറ്റു കഴിഞ്ഞപ്പോൾ അതേ മാനവജാതിക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം തീർന്നു. സാത്താന്റെ സകല ആയുധവർഗങ്ങളെയും ക്രൂസിൽ വെച്ച് അവരെ ആയുധവർഗം വെൽപ്പിച്ച് ക്രൂസിന്റെ ജയോത്സവം ഉണ്ടായെന്നാണ്, ജയോത്സവം കൊണ്ടാടിയെന്നാണ് അതേ നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ വായിപ്പാൻ തക്കവണ്ണം. ഇനി എന്താണ് ഈ പാതാള ലോകത്തിലേക്ക് അവൻ ഇറങ്ങിച്ചെന്ന്? അവൻ ബദ്ധന്മാരെ, എഫെസ്യർ 4-ാം അധ്യായം 8-ാമത്തെ വാക്യം, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിന്ന് വെളിയെ വന്നു. ഇനി ഇവരെ സ്വർഗീയ പർദീസിലേക്ക് മാറ്റാൻ പോവുകയാണ്. 5 മിനിറ്റ് കൊണ്ട് ആ കാര്യം പറഞ്ഞിട്ട് 2-ാം പിളർപ്പിൽ കിടക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട്, എഫെസ്യർ 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് വായിക്കണം. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഭൂമിയുടെ അതോ ഭാഗം നിന്ന് ഉയരത്തിലേക്ക് കയറി എന്ന് തിരുവെഴുത്ത് പറഞ്ഞത് ഇങ്ങനെ നിറവേറ്റി. ഇങ്ങനെ വന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഈ ബദ്ധന്മാരുടെ ആത്മാക്കളെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന കൂട്ടത്തിൽ തൻ്റെ പുറകിൽ ഭയങ്കര സൈന്യമുണ്ട്. ഹാബേൽ മുതൽ ക്രൂസിലെ കള്ളൻ, അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, യോസഫ്, ഇവരുടെ എല്ലാ ആത്മാക്കൾ ഒരു സൈന്യമായി തൻ്റെ പുറകിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അവരെ ബദ്ധന്മാരെ വിടുവിച്ചു. അവിടെ ബദ്ധന്മാരെന്നാണ് വായിക്കുന്നത്. കാരാഗ്രഹ ഈ പർദീസാവാസം എങ്ങനെ ബദ്ധന്മാർ അതൊരു തടവ് ശിക്ഷയാകും എന്ന് നമുക്ക് ചിന്തിക്കാം. മഹാത്മാഗാന്ധിജിയെ പൂനായിൽ ആഗഖാൻ പാലസിലാണ് താമസിപ്പിച്ചിരുന്നത്. താൻ ഒരു തടവുകാരനാണ്. അത് സമയം തന്നെ താമസിപ്പിച്ചത് ഒരു കൊട്ടാരത്തിലാണ്. താൻ താമസിച്ച സ്ഥലത്ത് കൊട്ടാര സമാനമായ ജീവിതം, പക്ഷെങ്കിൽ താൻ തടവുകാരനാണ് എന്ന് പറഞ്ഞ പോലെ ഈ ആത്മാക്കൾ സ്വർഗീയ പർദീസയിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടതിനാൽ ഇവർ തടവുകാരെ പോലാണ്. ഇവർ പ്രതീക്ഷിച്ച് കഴിയുന്നത് സ്വർഗീയ പർദീസയെ കുറിച്ചാണ്. അപ്പൊ കർത്താവായ യേശു അവരവിടെ ചെന്ന് അവരുടെ കാരാഗ്രഹവാസത്തിൽ നിന്ന് അതേ ആ ബദ്ധന്മാരെന്നുള്ള പദവിയിൽ നിന്ന് അവരെ വിടുവിച്ച് എല്ലാവരും വെളിയിൽ കൊണ്ടുവന്നിട്ട് ഈ പർദീസയുടെ കവാടം, ഭൂമിക്കടിയിലുള്ള പർദീസയുടെ കവാടം പൂട്ടി. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. താൻ അവിടുന്ന് ഇവരുമായിട്ട് വലിയൊരു ജാഥയായിട്ട് വന്ന ആ വരവിങ്കൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് തൻ്റെ ആത്മാവ് കല്ലറിലേക്ക് ചെന്നിട്ട് ശരീരത്തോടെ താൻ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോഴാണ് മഗ്ദലക്കാരത്തി മറിയെ കണ്ടത്. മഗ്ദലക്കാരത്തി മറിയ അതേ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കല്ലറയ്ക്ക് ചെന്നപ്പോൾ യേശുവിന്റെ ശരീരം കാണാതെ വന്നപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന് ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞു. അപ്പോഴാണ് യേശു ക്രിസ്തു ഈ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു അതേ മറിയെ കണ്ടത്. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ച അവള് യജമാനെ, അതെ സ്ത്രീയെ നീ അറിയുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ, യജമാനെ നീ അവന്റെ ശരീരം എവിടെയെങ്കിലും കൊണ്ട് വെച്ചെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാന്ന്. ഉടനെ കർത്താവ് പറഞ്ഞു മറിയേ എന്ന് വിളിച്ചപ്പോൾ ആ മറിയയുടെ സ്വരം, മറിയക്ക് കർത്താവിന്റെ സ്വരം മനസ്സിലായിട്ട് പറഞ്ഞു റബ്ബൂനി എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ കാലെ പിടിച്ച് നമസ്കരിക്കാൻ ചെന്നപ്പോൾ യേശു പറഞ്ഞു എന്നെ തുടരുത്, ഞാനിതുവരെ പിതാവിന്റെ അരിക്കൽ പോയിട്ടില്ല. അപ്പോൾ തൻ്റെ ആത്മാക്കളുമായി മറിയയുടെ കണ്ണ് ഉൾക്കണ്ണ് തുറക്കാതെ ഈ പുറകിൽ നിൽക്കുന്ന ഈ ആത്മാക്കളെ തനിക്ക് കാണാമായിരുന്നു. ആബേലിന്റെ ആത്മാവ്, അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ, യോസേഫിന്റെ ഈ ആത്മാക്കളെ അവർക്ക് കാണാമായിരുന്നു. എന്നാൽ പുറമെയുള്ള കണ്ണുകൊണ്ട് ഇത് കാണാൻ പറ്റുന്നില്ല. വലിയൊരു ജാതിയാണ് നിൽക്കുന്നത്. സ്ത്രീയെ എന്നെ തുറരുത്, ഞാനിതുവരെ പിതാവിന്റെ ഒരിക്കൽ പോയിട്ടില്ല. എന്നാൽ അന്ന് തന്നെ അവന്റെ കാലെ പിടിച്ച് നമസ്കരിച്ചതായി നമ്മൾ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ മറ്റും കാണുവാൻ കഴിയുന്നു.
അവന്റെ കാലെ പിടിച്ച് മറിയും നമസ്കരിച്ചു അന്ന് തന്നെ. ഇതിനകം എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു ഈ പഴയ നിയമ വിശുദ്ധന്മാരുമായി തുറക്കപ്പെട്ട പർദീസയിലേക്ക്, ഉയരത്തിലെ പർദീസയിലേക്ക് കടന്നുപോയി ആൺമക്കളെ അവിടെ കൊണ്ട് പിതാവിന്റെ മുമ്പിൽ കാഴ്ചവെച്ചു. ഇന്ന് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ഭൂമിക്കടിയിലുള്ള പർദീസയിലേക്കല്ല പോകുന്നത്, സ്വർഗീയ പർദീസയിലേക്കാണ് പോകുന്നത്. അതാണ് പൗലോസ് കണ്ടത്. ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ആ മനുഷ്യൻ പർദീസായോളം എടുക്കപ്പെട്ടു. ഇനി ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇപ്പം നിർത്താം. ഫിലിപ്പിയ ലേഖനം 1:21 വായിക്കാം. ഫിലിപ്പിയർ 1:21. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്കും കാംക്ഷയുണ്ട്. ഇപ്പൊ ഈ ഭൂമിയുടെ അടിയിലുള്ള ആ പാതാള ശൂന്യമായി കിടക്കാണ്, ആ പർദീസ ശൂന്യമായി കിടക്കാണ്. എന്നാൽ ഇപ്പോൾ മരിക്കുന്ന സകല ദുഷ്ടന്മാരും യാതനാ സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കിടക്കുന്ന പിളർപ്പില് വേറൊരു കൂട്ടർ കിടപ്പുണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഇതൊരു ചെറിയ വിഷയമല്ല. ഞാൻ എൻ്റെ മുന്നിൽ ആൾക്കാർ ഇരുത്തുകയാണെങ്കിൽ പടം വെച്ച് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, പഴയ നിയമ വിശുദ്ധന്മാർ ദൈവം താൽക്കാലികമായി ഈ ഭൂമിയുടെ അടിയിൽ ഒരുക്കിയ പർദീസയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് സ്വർഗീയ പർദീസയുടെ കവാടം അടച്ച്, ഏദൻ പർദീസയുടെ കവാടം അടച്ചതിനാൽ സ്വർഗീയ പർദീസയുടെ സാക്ഷാത്തായ പ്രതിച്ഛായിയാണ് ഏദൻ പർദീസ. അതിന്റെ കവാടത്തിന്റെ വാതിക്കൽ 2 കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളുമാക്കി വെച്ചു. ആ വാളാണ് കാൽവരി ക്രൂശിൽ ഇടയന്റെ മേൽ വീണ് മാനവജാതി രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്. ഇപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗീയ പർദീസ ഓർന്നിരിക്കുന്നു. പൗലോസ് പറയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്കും കാംക്ഷയുണ്ട്. ക്രിസ്തു എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിലാണ്. സ്തേഫാനോസ് മരിക്കുന്നതിന് മുമ്പ് ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്നതും ഞാൻ കാണുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്കും കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഇന്ന് മരിക്കുന്ന നമ്മുടെ ആത്മാക്കൾ ഭൂമിക്കടിയിലുള്ള പർദീസയിലേക്കല്ല പോകുന്നത്, സ്വർഗീയ പർദീസയിലേക്കാണ് പോകുന്നത്. എന്താണ് കർത്താവ് പറഞ്ഞത്? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ബാക്കി ഭാഗത്തെ ആഴ്ച നമുക്ക് ചിന്തിക്കാം. ഈ വചനങ്ങളാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് നമ്മുടെ പ്രിയ ഷാജൻ പാറക്കടവിൽ ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനും ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. പ്രിയ ആന്റി എലിസബeth വർഗീസ് പ്രാർത്ഥിച്ചാട്ട്, അവസാനമായി പ്രാർത്ഥിച്ചാട്ട്. അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് ആന്റി. ആകുന്നില്ല അൺമ്യൂട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ രാത്രിയിലും അടിയങ്ങൾക്ക് കർത്താവെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പഠിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ദാസനെ അവിടുന്ന് ശക്തീകരിച്ച കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ദാസനിൽ കൂടെ വെളിപ്പാട് പുസ്തകത്തെ പറ്റി, പർദീസയെ പറ്റിയൊക്കെ പഠിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ പഠിക്കുന്ന പാഠങ്ങളൊക്കെ കർത്താവെ ഞങ്ങളുടെ ആത്മീക വർധനവിനും അനേക ജീവിതങ്ങളെ കർത്താവിലേക്ക് വഴി നടത്തുവാനും മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കർത്തൃദാസന്മാരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലാലു പാസ്റ്ററിനായി, ഷാജി പാസ്റ്ററിനായി ഒക്കെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആൻഡ്രൂസ് പാസ്റ്ററിനായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും അവിടുത്തെ കൃപയിൽ പരിപാലിക്കണമേ, സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവെ, ഞങ്ങൾക്ക് നാളെയും അടുത്ത ദിവസങ്ങളിലും ഒക്കെ ഞങ്ങളുടെ ക്ലാസ്സുകൾ പഠിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. വചന പഠനം ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, പ്രിയപ്പെട്ടവന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ആ സഹോദരിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കണമേ, ദിവ്യ സമാധാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപ എല്ലാവരോടും കൂടെയും ഇരിക്കണമേ. സകലവും അവിടുത്തെ പുത്രനായ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. പാസ്റ്റർ സി ബി ആൻഡ്രൂസ് ആശീർവാദം പറഞ്ഞാട്ടെ.
അത് നമ്മുടെ മരിച്ചുപോയ ആ പ്രിയപ്പെട്ട ദൈവദാസന്റെ ഭാര്യയോട് അത് നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നാണല്ലോ. എന്റെയും അത് ദുഃഖം ഈ സമയത്ത് അറിയിക്കുന്നു, അനുശോചനം അറിയിക്കുന്നു. ആ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഭക്തനായി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവദാസൻ പർദീസയിലേക്ക് പോയിരിക്കുന്നു. നമുക്ക് താമസിയാതെ അവിടെ ചെന്ന് ചേരുവാൻ ദൈവം ഇടയാക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, അവർക്ക് ആശ്വാസം നൽകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹിത്വവും സഹവാസവും എളിവരാകും നമ്മോട് തന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി കാലവും നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.